ഈ കുഞ്ഞു മാലാക എത്രയോ ദിവസമായി മരണവേദന സഹിച്ച് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ്. നമ്മുടെയൊക്കെ കുഞ്ഞിനെ പോലെ കണ്ട് ഈ കുഞ്ഞു മാലാകയെ ഒന്ന് സഹായിക്കണേ. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ കണ്ണൂർ ജില്ലയിലെ ഇരുവാട്ടി പ്രദേശത്ത് താമസിക്കുന്ന 3.5 വയസ്സ് മാത്രം പ്രായമുള്ള സ്റ്റാർലിൻ തോമസ് എന്ന് പറയുന്ന കുഞ്ഞു മാലാക ഒരു പനി വന്നതിനെ തുടർന്ന് തലകറങ്ങി താഴെ വീണ് പിന്നീട് അബോധാവസ്ഥയിൽ എത്രയോ ദിവസങ്ങളായി വെന്റിലേറ്ററിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. പിന്നീട് സോഡിയം ശരീരത്തിൽ വർദ്ധിച്ചു, തലച്ചോറിൽ പനിയുണ്ടായി. അത് പിന്നീട് മസ്തിഷ്ക ജ്വരം എന്ന രീതിയിൽ ആയതിനെ തുടർന്ന് കൈകാലുകളുടെ ഞരമ്പുകൾ നിലച്ച അവസ്ഥയിലായി മാറി. യൂറിനിലൂടെ സോഡിയം പുറത്തു പോകാതെ വലത്തെ കിഡ്നിയുടെ മുകളിൽ ഒരു ട്യൂമർ കാണപ്പെടുകയും അത് നീക്കം ചെയ്യേണ്ട ഒരവസ്ഥയും ഉണ്ടായി. നിലവിൽ ഈ കുഞ്ഞു മാലാക 3 സർജറി ചെയ്ത് ഇനി എന്തൊക്കെ ചികിത്സയാണ് വേണ്ടി വരിക എന്നൊന്നും അറിയാൻ പറ്റാത്ത ഒരു നിസ്സഹായ അവസ്ഥയിലാണ്. ഇപ്പോൾ തന്നെ ഏകദേശം 15 ലക്ഷം രൂപയോളം ഹോസ്പിറ്റൽ ബില്ലായിട്ടുണ്ട്. നാട്ടിലെ കൂലി വേല ചെയ്ത് ജീവിക്കുന്ന ഈ കുഞ്ഞു മാലാകയുടെ അച്ഛനും ആ നാടും വിചാരിച്ചാൽ ഒരിക്കലും നടക്കാത്തത്രയും ചിലവേറിയ ചികിത്സയായതുകൊണ്ടാണ് ഒരു നാട് മുഴുവൻ ഒരുമിച്ച് ഈ പൊന്നു മോളുടെ ജീവൻ രക്ഷിക്കാനുള്ള സഹായ അഭ്യർത്ഥനയുമായി ഒരു അവസാന പ്രതീക്ഷയിൽ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ഓട്ടത്തൊഴിലാളികളുടെ ഭർത്താവിന് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളെ കൈനീട്ടുന്നത്. ഞങ്ങളുടെ വിഷമം കണ്ടിട്ട് എല്ലാവരും കൂടെ ഞങ്ങളെ ഒന്ന് സഹായിക്കും. നമ്മുടെ മകള് കണ്ണ് തുറക്കുന്ന കാലത്തല്ല നമ്മൾ ഈ ഐസിയുന്റെ മുമ്പിലിരിക്കുന്നത്. ദൈവം നമ്മളെ കൈവിടില്ല. മോള് കണ്ണ് തുറക്കുന്നതും നോക്കി കണ്ണീരോടുകൂടി ഈ കുടുംബം ഐസിയുന്റെ മുമ്പിൽ കാവലിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ മോളെ ജീവനോടെ ഞങ്ങൾക്ക് തിരിച്ചു ലഭിക്കണം, എൻ്റെ മോളെ മരണത്തിന് വിട്ടുകൊടുക്കില്ലേ എന്ന് പറഞ്ഞ് വളരെ സങ്കടത്തോടുകൂടി വളരെയധികം വേദനയോടുകൂടി നിങ്ങളുടെ മുന്നിൽ ഒരു സഹായ അഭ്യർത്ഥനയായിട്ട് വന്ന ഈ ഒരു കുടുംബത്തിൻ്റെ ഈ ഒരു സങ്കടകരമായ ഈ ഒരു സഹായ അഭ്യർത്ഥന നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും പറ്റുന്ന ആളുകൾക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാതെയും പോകരുത്. പ്രിയപ്പെട്ടത്, ഞങ്ങളുടെയൊക്കെ കാല് പിടിച്ച് അപേക്ഷിക്കുക, നമുക്ക് ഞങ്ങളുടെ കൊച്ചിനെ തിരിച്ചു തരണം. നിങ്ങളെല്ലാവരും ഞങ്ങളെ ഒന്ന് സഹായിക്കണം. പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ എനിക്ക് എൻ്റെ മോളെ നഷ്ടപ്പെടാൻ സാധിക്കില്ല. ഈ സങ്കടം നിങ്ങൾ ആരും കാണാതെ പോകല്, ഈ വേദന നിങ്ങൾ ആരും കേൾക്കാതെ പോകല്. ഈ കുഞ്ഞു മാലാകെ പടച്ചവനെ ഓർത്ത് നിങ്ങൾ ഒന്ന് സഹായിക്കണേ. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ കൂടി ഈ പൊന്നുമോളെ സഹായിക്കാതെ കൈവിട്ടാൽ പിന്നീട് ചികിത്സ ലഭിക്കാതെ ഇതുവരെ ചികിത്സിച്ച ചികിത്സ പോലും വെറുതെയായി കുഞ്ഞു മരണത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളുടെ ഒരു കൊച്ചുമകള് 3 വയസ്സ് മാത്രമുള്ള ആ പെൺകുട്ടി ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ വേദനാസഹമായ അവസരത്തിലൂടെ കടന്നു പോവുകയാണ്. ഒത്തിരി സ്ഥലങ്ങളിലൂടെ കടന്നു കൊണ്ടുപോയി അവസാനം എന്താണ് രോഗം എന്നുള്ളത് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. കിഡ്നിയുടെ മുകളിൽ ചെറിയൊരു ഗ്രോത്ത് ഉണ്ട് എന്നാണ് മിംസ് കോഴിക്കോട് ആശുപത്രിയിൽ നിന്ന് അവർ കണ്ടെത്തിയത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇരുവാട്ടി പ്രദേശത്ത് താമസിക്കുന്ന സ്റ്റാർലിൻ തോമസ് എന്ന 3.5 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുഞ്ഞുമോൾ വൃക്കയുടെ മുകളിൽ ട്യൂമർ വന്നത് കാരണമായി കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണുള്ളത്. ഇപ്പോൾ തന്നെ 14 ലക്ഷത്തോളം രൂപ ബില്ല് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. അതടക്കാൻ ആ കുടുംബത്തിനെ കൊണ്ട് സാധ്യമായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഉനൈസ് ഇരുവാട്ടി തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിൽ നിങ്ങളോട് ഒരു സഹായം അഭ്യർത്ഥിക്കുവാൻ വേണ്ടിയാണ് ഈ തരുണത്തിൽ വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഒരു സഹോദരൻ്റെ മകൾ, 4 വയസ്സുള്ള മകൾ സ്റ്റാർലി തോമസിന് ട്യൂമർ ബാധിച്ച്, കിഡ്നിയുടെ മുകൾ ഭാഗത്ത് ട്യൂമർ ബാധിച്ച് അതീവ ഗുരുതരമായ അവസ്ഥയിൽ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലാണുള്ളത്. ഇതിനോടകം തന്നെ 15 ലക്ഷം രൂപ ചികിത്സയുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ചു കഴിഞ്ഞു. വളരെ ദാരിദ്ര്യത്തിലുള്ള റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായിട്ടുള്ള അതിദാരിദ്ര്യ വിഭാഗത്തിൽപ്പെടുന്ന ആ സഹോദരൻ്റെ മകളെ രക്ഷിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഗ്രാമപ്രദേശത്തു നിന്ന് ഇത്രയും വലിയ തുക സമാഹരിക്കുക വളരെ പ്രയാസമാണ്, അത് അസാധ്യമാണ്. ആയതുകൊണ്ട് തന്നെ അമർഷാൻ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട്
ഒട്ടേറെ ചികിത്സ മുൻകാലങ്ങളിൽ ഈ മേഖലയിലടക്കം ഒട്ടേറെ സഹായങ്ങൾ നമുക്ക് നൽകിയ അമർഷാൻ ഫൗണ്ടേഷനെ ബന്ധപ്പെടുകയും നമ്മുടെ അപേക്ഷ പരിഗണിച്ച് ആ ഒരു വലിയ മനസ്സിൻ്റെ ഉടമ അമർഷാൻ്റെ നേതൃത്വത്തിലുള്ള ടീം അത് ഏറ്റെടുക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ രീതിയിലുള്ള ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായം, ഒരുപാട് സഹകരിച്ച സുമനസ്സുകളാണ് നിങ്ങളുടെ വിലയേറിയ സഹായം നൽകി ആ കുട്ടിയെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു പ്രവർത്തനത്തിന് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സഹായം നൽകണമെന്ന് വളരെ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുന്നു. ആ കുട്ടിയുടെ ചികിത്സ മിംസിൽ കഴിഞ്ഞ 10-20 ദിവസത്തിലധികമായി തുടരുകയാണ്. നമുക്കറിയാം, നമ്മളോടൊപ്പം ഇതിൽ ഓടിക്കളിച്ച് നടക്കേണ്ട ഒരു പൊന്നുമോൾ, 4 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടി, നമ്മളെപ്പോലെ തന്നെ ഇവിടെ ജീവിക്കാൻ എല്ലാവിധ അവകാശവുമുള്ള ആ കുട്ടിയെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കെല്ലാവർക്കുമുണ്ട്. ഇതിനോടകം തന്നെ നമ്മുടെ നാട്ടുകാരെല്ലാം തന്നെ ആ വിഷയം ഏറ്റെടുത്തെങ്കിലും ഇത്രയും ഭീമമായ ഒരു സാമ്പത്തിക ബാധ്യത അത് നമ്മുടെ നാടിനുള്ളിൽ നിന്നും മാത്രം ക്രമപ്പെടുത്താൻ പറ്റുന്നതല്ല എന്നുള്ളതുകൊണ്ടാണ് ബഹുമാന്യനായ അമർഷാൻ ഫൗണ്ടേഷൻ്റെ സഹായത്തോടുകൂടി നമ്മൾ ഈ കുട്ടിയുടെ ചികിത്സാ സഹായധനാർത്ഥ സമാഹരണവുമായി മുന്നോട്ട് പോകുന്നത്. എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ നാടിൻ്റെ, ഈ വിമലശ്ശേരി നാടിൻ്റെ, എരുവാട്ടി നാടിൻ്റെ ഒരു പൊന്നോമന പുത്രിയാണ്. മുഖത്ത് നിഷ്കളങ്കമായ ചിരി വിടരേണ്ട പ്രായത്തിൽ ഇപ്പോൾ അവിടെ ഹോസ്പിറ്റലുള്ളത്. ഈ നാട് ഒന്നടങ്കം, ഇപ്പോൾ ഇവിടെ കാണുന്നപ്പോൾ ഒന്നടങ്കം ആ മോൾക്ക് വേണ്ടി, നമ്മുടെ സ്വന്തം പൊന്നുമോൾക്ക് വേണ്ടി, ഈ ലോകത്തോട്, നന്മയുള്ള ലോകത്തോട്, കരുണ പറ്റാത്ത ലോകത്തോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമ്മളെല്ലാവരും ഒരു മനുഷ്യജീവൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള വലിയ ജാഗ്രതയിലാണ്. 3 വയസ്സായ നമ്മുടെ പൊന്നുമോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഈ നാടിൻ്റെ പൗരാവലി ഒരുമിച്ച് നിന്നുകൊണ്ട് സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. നാട്ടിലെ കരുണ പറ്റാത്ത സ്നേഹനിധികളായ പൊതുസമൂഹം ഈ ഒരു ഉദ്യമത്തിന് എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടവാംഗമായ റോബിൻ്റെ മോള് ഏറെ ഗുരുതരാവസ്ഥയിൽ മിംസ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ്. പലപ്പോഴും ഈ കുട്ടിയുടെ അമ്മ ഷിജിയെ ഞാൻ വിളിക്കുമ്പോൾ ഹൃദയം തകരുന്ന വേദനയോടെയുള്ള ഒരു കരച്ചിലാണ് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ഈ നാട്ടിൻ്റെ പൊന്നോമന പുത്രി ഇത്രയും ഭീമമായ തുക കണ്ടെത്തി ഒരു ചികിത്സ നടത്താം എന്നുള്ളത് നമ്മുടെ നാട് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ അമർഷാൻ ഫൗണ്ടേഷൻ്റെ സഹായത്തോടു കൂടി ഈ ജനകീയ കമ്മിറ്റി നടത്തുന്ന ഈ ഉദ്യമത്തിൽ മുഴുവൻ ആളുകളുടെയും മുഴുവൻ ജനങ്ങളുടെയും സഹകരണം ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ റോബിൻ്റെ പൊന്നുമോള് അവളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ചാർലിൻ എന്ന് പറയുന്ന നമ്മുടെ കുഞ്ഞുമാലാഖ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഓടിച്ചാടി നടക്കേണ്ട പ്രായത്തിൽ അവൾ ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്ററിലാണ്. അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സാമ്പത്തികമായി ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇന്ന് ഇത്തരം ഭീമമായ തുക കണ്ടെത്തുക എന്നത് വളരെ പ്രയാസമാണ്. അതുകൊണ്ടാണ് അമർഷാൻ ഫൗണ്ടേഷൻ്റെ കീഴിൽ നമ്മളിങ്ങനെ ഒരു ഉദ്യമത്തിന് ഇറങ്ങിയിട്ടുള്ളത്. തീർച്ചയായും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ ഇത് വിജയത്തിലേക്ക് എത്തിക്കാനും ആ പൊന്നുമോളെ ജീവിതത്തിൻ്റെ വഴിയിലേക്ക് നടത്താനും നമുക്ക് സാധിക്കും. നമ്മളൊക്കെ കമ്മിറ്റി ഇതെല്ലാം കൂടി നാട്ടുകാർ മൊത്തത്തിൽ കൂടിയിട്ട് കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി പ്രവർത്തിക്കുന്നു. അതിന് നിങ്ങളുടെ എല്ലാ സഹായവും സഹകരണവും ഞങ്ങൾക്ക് വേണം. ലോകം മുഴുവനുമുള്ള മലയാളി സൗഹൃദങ്ങളുടെ ഈ വീഡിയോ കാണുന്ന, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോ ആളുകളും നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം ഈ വീഡിയോ നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും കുടുംബ ഗ്രൂപ്പുകളിലേക്കും അടിയന്തരമായി എത്തിച്ചുകൊണ്ട്, വളരെ അടിയന്തര പ്രാധാന്യം നൽകിക്കൊണ്ട് പരമാവധി സഹായം ലഭിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി തരണമെന്ന് വളരെ സങ്കടത്തോടു കൂടി നിങ്ങളോടൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.